നമ്മടൊപ്പമുള്ളത് ഒരു ഹ്യുണ്ടായി ഇയോൺ ആണ്. സോ ഈ ഒരു റിവ്യൂവിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയൊരു ബഡ്ജറ്റിലൊരു കാർ നോക്കുന്ന ഒരു കുട്ടി ഫാമിലിക്കാണെങ്കിൽ ഈ ഇയോൺ നല്ലൊരു ചോയ്സാണ്. സോ വൈ ഐ സേ ലൈക്ക് ദാറ്റ്, ആ ഒരു ചോയ്സ് എന്തുകൊണ്ടാണ് നല്ലതാണെന്ന് ഞാൻ പറയുന്നതിനുള്ള കുറച്ച് റീസൺസ് ഞാൻ നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇതിൻ്റെ റൈവൽസ് വെച്ച് നോക്കുമ്പോൾ ഒരു ആൾട്ടോ 800 റെഡിഗോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഇയോണിൻ്റെ ലുക്സ് ഒന്നുകൂടി ബെറ്ററാണ്. കാരണം ഞാൻ പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്. കാരണം ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും സൈഡിൽ നിന്നായാലും ദിസ് ലുക്സ് പ്രിറ്റി ക്യൂട്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമുക്കൊരു ചെറിയ ഫാമിലിക്ക് പോകാൻ പറ്റിയ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ബൂട്ട് സ്പേസ് കാണിച്ചു തരാം. ഇതിൻ്റെ ബൂട്ട് സ്പേസൊക്കെ അത്യാവശ്യം ലഗേജും കാര്യങ്ങളൊക്കെ വയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സീറ്റ് ഇപ്പോൾ ഞാൻ കുറച്ച് ഒത്തിരി ബാക്കോട്ട് ഇട്ടതുകൊണ്ടാണ് സ്പേസ് ഇല്ലാത്തത്. എന്നാലും നമുക്ക് അത്യാവശ്യം 4 പേർക്കൊക്കെ കംഫർട്ടബിളായിട്ട് പോകാൻ പറ്റിയ സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സാണ്. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സിലേക്ക് ഉണ്ടായ ഒരു കോംപ്രമൈസും ക്വാളിറ്റിയിൽ ചെയ്തിട്ടില്ല. ഈ ഒരു വേരിയൻറ്റ് മാഗ്ന പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. ഇത് ടോപ്പ് ഓഫ് ദ ലൈൻ അല്ല, സ്പോർട്സ് ആണ് ടോപ്പ് ഓഫ് ദ ലൈൻ വരുന്നത്. സ്പോർട്സിൽ വരുന്ന എഞ്ചിൻ മറ്റേ 1 ലിറ്ററാണ്, 4 സിലിണ്ടറാണ് വരുന്നത്. ഈ ഒരു അതിന് താഴേക്കുള്ള മാഗ്ന, എറ, ഡീലൈറ്റ് ആ പറഞ്ഞിരിക്കുന്ന വേരിയൻസിലെല്ലാം വരുന്നത് 0.8 800cc ഒരു എഞ്ചിനാണ്. സോ എഞ്ചിൻ്റെ കാര്യങ്ങളും പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓടിക്കുമ്പോൾ പറയുന്നതായിരിക്കും. ഫ്യൂൽ എഫിഷ്യൻസിൻ്റെ കാര്യം ഓടിക്കുമ്പോൾ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫ്യൂൽ എഫിഷ്യൻസിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയണം. കാരണം ഈ ഒരു വണ്ടി അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. സോ എത്രത്തോളം എനിക്ക് ഓടിച്ചിട്ട് കിട്ടി എന്നുള്ള കാര്യം ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ പറയാം. നമുക്ക് ഇൻറ്റീരിയേഴ്സിൽ കാണാവുന്ന പോലെ അത്യാവശ്യം സ്പേസസ് ആണ്. പിന്നെ ഞാനിപ്പോൾ ഒരു 6 ഫൂട്ടർ ആയിട്ടും എനിക്ക് കംഫർട്ടബിൾ ഇരിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം ഹെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഡാഷ് ഇത്ര വലിയൊരു ഡാഷ് ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും ചെറിയ വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ വരുന്നില്ല. നമ്മളൊരു അത്യാവശ്യം നല്ലൊരു പ്രീമിയം കാർ ഓടിക്കുന്ന ഫീൽ ഈ ഒരു ഇയോൺ ഓടിക്കുന്നത് നമുക്കുണ്ട്. പിന്നെ വിസിബിലിറ്റി അത്യാവശ്യം നല്ലതാണ്. നമുക്ക് ബോണറ്റിന് അത്ര വിസിബിലിറ്റി ഇല്ല, ബട്ട് സ്റ്റിൽ അത്യാവശ്യം നമുക്ക് മെനുവറബിൾ ആണ്. സിറ്റിയിലൊക്കെ കംഫർട്ടബിളി നമുക്ക് ഇങ്ങനെ സ്കൂട്ടർ ഓടിക്കുന്ന പോലെ ഓടിച്ചുകൊണ്ട് പോകും. അതാണ് ഒരു എടുത്ത് പറയേണ്ട ഒരു കാര്യം. സോ നമുക്ക് ഡ്രൈവിംഗിലേക്ക് കടക്കാം. ഡ്രൈവിംഗിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഇയോൺ ഓടിക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 800cc ആണ്, 55 HP-യും 76 Nm ഓഫ് ടോർക്കുമാണ്. സോ അത്ര ഭയങ്കര പവറൊന്നും പ്രതീക്ഷിക്കരുത്. പക്ഷെ ഒരു സത്യാവസ്ഥ ഉണ്ട്, നമ്മളിപ്പോൾ ഒരു കാർ ഓടിച്ച് സന്തോഷിക്കണമെങ്കിൽ ഭയങ്കര പവർ വേണമെന്നൊന്നുമില്ല. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇയോൺ. ഈ ഇയോൺ ഓടിക്കാൻ ശരിക്കും നല്ല സുഖമാണ്. സ്റ്റിയറിംഗ് ഭയങ്കര ലൈറ്റ് ആണ്, ഗിയേഴ്സ് ഒക്കെ ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ടുള്ള, ക്ലച്ച് ഒക്കെ പറഞ്ഞാൽ ലൈറ്റ് ആണ്, വളരെ ലൈറ്റ് ആണ്. പിന്നെ ഈ ടേണിങ്ങിലൊക്കെ വണ്ടി നമ്മൾ തിരിക്കുമ്പോഴൊക്കെ വളരെ എന്താ പറയുക, ഒരു കാറുകളുടെ ഒരു സ്കൂട്ടർ ഓടിക്കുന്ന പോലെ ഓടിച്ചുകൊണ്ട് പോകാന്ന് പറയാം. പിന്നെ ഇതിന്റെ പവറൊന്നും അത്ര വലിയ പവറൊന്നും പ്രതീക്ഷിക്കരുത്. ഇപ്പൊ ഞാൻ തേർഡിൽ ഫുള്ള് ചവിട്ടി പിടിക്കുകയാണ്, വണ്ടി അതൊക്കെ കയറുന്നുള്ളൂ. ബട്ട് ദാറ്റ് ഇസ് ആക്സെപ്റ്റബിൾ. പക്ഷെ മിഡ് റേഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു പുള്ള് വരുന്നുണ്ട്. ഒരു 80, 90, 100 ഒക്കെ നമ്മൾ ഓൾറെഡി 100 എത്താറായി. അത് പറഞ്ഞു നമ്മൾ പിന്നെ പുള്ളതിന് പ്രതീക്ഷിക്കാം. പിന്നെ ഹാൻഡ്ലിങ് ഇതിന്റെ സ്ട്രെയിറ്റ് ലൈൻ സ്റ്റെബിലിറ്റി വളരെ നല്ലതാണ്. പക്ഷെ നമ്മൾ കോർണേഴ്സിൽ തീരെ ഒരു കോൺഫിഡൻസ് ഇല്ല. അത് ഇതിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് പറയണം. പിന്നെ സെക്കൻഡ്ലി ഇതിന്റെ ബ്രേക്കിംഗ്, ഇത് മാഗ്ന പ്ലസ് വേരിയന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് ABS ഇല്ല. സോ ആ ഒരു കാറ്റഗറിയിൽ ഇതിന് 1 ലിറ്ററിന് ABS ഉണ്ടോ എന്ന് സംശയമുണ്ട്. ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ABS ഇല്ലാത്തതുകൊണ്ട് തന്നെ ബ്രേക്കിങ്ങിന് അത്ര വലിയൊരു കോൺഫിഡൻസ് നമുക്ക് തരില്ല. പക്ഷെ മൊത്തത്തിൽ ഇയോൺ ഓടിക്കാൻ ഒരു പ്രത്യേക രസമാണ്. പിന്നെ ഞാൻ ഇവിടുന്ന് U-ടേൺ എടുത്ത് കാണിച്ചാൽ നമ്മൾ U-ടേൺ ഒക്കെ എടുക്കുന്ന വണ്ടി നമ്മളിപ്പോൾ ഇങ്ങനെ നിർത്തിത്തിരിക്കാനൊക്കെ വണ്ടി നല്ല സുഖമാണ്. ഇപ്പം വിസിബിലിറ്റി അത്യാവശ്യം നല്ലതാണ്. പിന്നെ ക്ലച്ച് നമുക്ക് അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ ഓഫായി പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ സെക്കൻഡിൽ ഇപ്പോൾ ചെറിയ വീൽ സ്പിന്നും കാര്യങ്ങളൊക്കെ അനുഭവിക്കാം. വണ്ടി അത്യാവശ്യം ലൗഡാണ്, പക്ഷെ വണ്ടി മൊത്തത്തിൽ സ്മൂത്താണ്. എനിക്ക് പിന്നെ തേർഡിൽ പറയാനുള്ളത്, ഈ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ബഡ്ജറ്റ് കാർ ഓടിക്കുന്ന ഒരു ഫീൽ കിട്ടുന്നില്ല. ഞാനിപ്പോൾ ആൾട്ടോ അല്ലെങ്കിൽ റെഡിഗോ അങ്ങനത്തെ വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെ ഡാഷൊക്കെ വളരെ ഒരു ചെറിയ ഡാഷ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഇതിൻ്റെ ഡാഷ് ഒരു ഉണ്ടായി അത് നല്ലൊരു ബുദ്ധിപൂർവ്വം ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു അണ്ടർ 5 lakhs ഒരു കാറായിട്ട് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല. അതൊരു വളരെ ഒരു പോസിറ്റീവ് ഒരു കാര്യമാണ്. പിന്നെ തേർഡ്ലി ഇതിന് പറയുകയാണെങ്കിൽ എഫിഷ്യൻസി, ഫ്യൂൽ എഫിഷ്യൻസി അത്യാവശ്യം നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. നമ്മളൊരു മാന്യമായ രീതിയിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 18-20 കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഈ വണ്ടി ഒറ്റയടിക്ക് 300-350 കിലോമീറ്ററൊക്കെ ഒരു ദിവസം ഓടിച്ചിട്ടും എനിക്ക് ലോങ്ങിൽ കിട്ടിയതൊരു 20 ആണ്. ഞാൻ അത്യാവശ്യം നല്ല ഹാർഡായിട്ട് ഓടിച്ചിട്ട് പോലും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മര്യാദയ്ക്ക് ഓടിക്കുകയാണെങ്കിൽ 20+ മൈലേജ് എന്തായാലും ഷുവറാണ്. സോ ദിസ് ഇസ് മൈ റിവ്യൂ അബൌട്ട് ഇയോൺ. ഇതുപോലുള്ള ചെറിയ കാസ് കുട്ടി ഫാമിലിക്ക് പറ്റിയ കാസിന്റെ വീഡിയോസ് ഒക്കെ തന്നെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പുതിയ ഇറങ്ങുന്ന കാസിന്റെ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ.